റോമിലെ ട്രെവി ഫൗണ്ടൻ, പാന്തിയോൺ പോലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ അടുത്തേക്ക് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളെ നാട്ടിലെ പൂരപ്പറമ്പിലൊക്കെ കണ്ടിരുന്ന കുലുക്കിക്കുത്ത് പോലുള്ള കളിയുടെ വേറൊരു വേർഷൻ. പന്ത് ഏത് കപ്പിനടിയിലാണെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ചാൽ പണം ജയിക്കാം. ഇതുപോലുള്ള 50-50 ഗാംബ്ലിംഗ് പോലെയുള്ള സംഗതികളിലൊന്നും കാശ് കൊണ്ടുപോയി കളയാൻ പണ്ടേ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കളിച്ചില്ല. പക്ഷെ നിന്ന് നിരീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 70% വിന്നിംഗ് സാധ്യത ഇല്ലാത്തടത്തൊന്നും പൈസ കൊണ്ടുപോയി ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നാട്ടിലെ പോലെ പോയാൽ പോട്ടെ 10 എന്ന് പറഞ്ഞ ഇവിടെ 10 പോട്ടെ എന്ന് വെച്ചാൽ 100 മടങ്ങാവും നഷ്ടം. അതുകൊണ്ടൊരു സാഹസികതയ്ക്ക് മുതിരാൻ ഒട്ടും താല്പര്യമില്ല. ചിലർ പണം വെച്ച് കളിക്കുന്നു, ചിലർ ജയിക്കുന്നത് പോലെയും തോന്നും. പക്ഷെ പിന്നീട് മനസ്സിലാവും ഇത്തരത്തിലുള്ള പല സ്ട്രീറ്റ് ഗാംബ്ലിംഗ് കളികളിലും യഥാർത്ഥ കളിക്കാർ മാത്രമല്ല ഉണ്ടാകുക എന്ന്. ആളുകളെ ആകർഷിക്കാൻ ജയിക്കുന്നതായിട്ട് അഭിനയിക്കുന്ന കൂട്ടാളികൾ ഉണ്ടാവും. പിന്നെ കളി നോക്കി നിൽക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പന്ത് നമ്മൾ സെലക്ട് ചെയ്ത കപ്പിനുള്ളിൽ തന്നെ ആയിരിക്കും ചെയ്യും. പക്ഷെ നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന്റെ ഇടയ്ക്ക് അവർ വളരെ വിദഗ്ധമായിട്ട് അത് മാറ്റിക്കളയും. അപ്പോൾ ഇവിടെ വിന്നിംഗ് പ്രോബബിലിറ്റി 50% പോലും ഇല്ല. അവസാനം ജയിക്കുന്നത് ഒരാൾ മാത്രം, കളി നടത്തുന്ന ആള്. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കുറെ ക്യാമറ മറച്ചു തന്നു. പിന്നെ എടുക്കാൻ നോക്കിയപ്പോൾ കൈകൊണ്ട് എടുക്കരുത് എന്ന് ആംഗ്യം കാണിച്ച് വിനയത്തോടെ തടഞ്ഞു. ഞാൻ അതിന് മാനിച്ചു. ആരെയും ബലമായി പണം വെക്കാൻ നിർബന്ധിക്കുന്നില്ല. എന്നിട്ടും പലരും എളുപ്പത്തിൽ പണം ഇരട്ടിയാക്കാം എന്നുള്ള പ്രതീക്ഷയിൽ സ്വന്തം പണം നഷ്ടപ്പെടുത്തുന്നു. ഇത് തെരുവിലായാലും ഓൺലൈനിലായാലും തത്വം ഒന്ന് തന്നെ. ഈസി മണി എന്ന് കേൾക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണം. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾക്കും ട്രേഡിങ്ങിനും ഈവൻ ലോട്ടറിക്ക് പോലും ഇതേ കാര്യം ബാധകമാണ്. ട്രേഡിംഗ് തെറ്റല്ല, പക്ഷെ അറിവില്ലാതെ പ്ലാൻ ഇല്ലാതെ ഒരൊറ്റ ദിവസത്തിൽ പണം ഇരട്ടിയാക്കാന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന ട്രേഡിംഗ് അത് ഗാംബ്ലിംഗ് ആണ്. പണം തട്ടാൻ ഓൺലൈനിൽ വേറെയും കുറെ ആപ്പുകളും ഗെയിമുകളും ഉണ്ട്. പണം സമ്പാദിക്കുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ ഏതാനും സെക്കൻഡുകൾ മതി. അതുകൊണ്ട് എവിടെയായാലും ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നിങ്ങളുടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഇതുപോലെ ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ട് കളയാണ്ടിരിക്കുക. ഇതുപോലത്തെ ചതിക്കുഴികളിലൊന്നും പെടാതെ റോമിലെ ആദ്യ ദിനം ഉച്ചയ്ക്ക് ശേഷം ട്രെവി ഫൗണ്ടൻ, പാന്തിയോൺ, ദ ബ്യൂട്ടിഫുൾ പിയാസ നൊവാന സ്ക്വയർ ഇതൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്.